ബിജെപിക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒരു വിലയും കൊടുക്കാത്ത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് കേരളം. എന്നാൽ കേരളത്തെ വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും മറക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രവും. തിരൂരും ചാലക്കുടിയും ഒക്കെ ട്രെയിനിൽ പോകുന്നവർ ഇനി ഞെട്ടാൻ തയ്യാറായിക്കോളൂ. നാളെ മുതൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന കേരളത്തിലെ 6 സ്റ്റേഷനുകളുടെ കൂട്ടത്തിൽ തിരൂരും ചാലക്കുടിയും. 6 സ്റ്റേഷനുകളാണ് കേരളത്തിലെ തീവണ്ടി യാത്രക്കാരെ ഇനി ഞെട്ടിക്കാൻ പോകുന്നത്. കേരളത്തിലെ തിരൂർ, തലശ്ശേരി, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, ചാലക്കുടി, അങ്കമാലി ഈ സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ നവീകരിച്ച് യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുന്നത്. കേരളത്തിന്റെ റെയിൽവേ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതുകയാണ് ഇതോടെ കേന്ദ്ര സർക്കാർ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച കേരളത്തിലെ 6 പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ജൂലൈ 17 അതായത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളെ പ്രാദേശിക പൈതൃകവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ലോകോത്തര സൗകര്യങ്ങളുമായി പുതിയ മുഖഛായ, പുതിയ ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആധുനിക ബുക്കിംഗ് ഓഫീസുകൾ, ഡിജിറ്റൽ വിവര സൗകര്യങ്ങൾ, മികച്ച ലൈറ്റിംഗ് സംവിധാനം, ആധുനിക ശുചിമുറികൾ, വിപുലീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, മേൽക്കൂരകൾ, മെച്ചപ്പെട്ട പ്രവേശന കവാടങ്ങൾ എന്നിവ സ്റ്റേഷനുകളുടെ ഭാഗമാകും. ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന റാമ്പുകൾ, ടാക്ടൈൽ പാതകൾ, പ്രത്യേക ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശിക സംസ്കാരവും വികസനവും കൈകോർക്കുന്ന മാതൃകാ സ്റ്റേഷനുകളുടെ രൂപകൽപ്പനയിൽ അതത് പ്രദേശങ്ങളുടെ വാസ്തുശൈലിക്കും സാംസ്കാരിക പൈതൃകത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിനാൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇനി യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല, പ്രദേശത്തിന്റെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുന്ന പൊതു ഇടങ്ങളായി മാറും. പരിസ്ഥിതി സൗഹൃദ സംവിധാനങ്ങൾ, മികച്ച ലാൻഡ്സ്കേപ്പിംഗ്, സൗരോർജ്ജ ഉപയോഗം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാകും. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കേന്ദ്രത്തിന്റെ വലിയ നിക്ഷേപമാണ് ഇതോടെ വരുന്നത്. രാജ്യത്തെ ചെറുതും വലുതുമായ 1300-ലധികം റെയിൽവേ സ്റ്റേഷനുകളെ ഘട്ടം ഘട്ടമായി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റെയിൽവേ വികസനത്തിന് കേന്ദ്ര സർക്കാർ വൻതോതിലാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. സ്റ്റേഷൻ നവീകരണത്തിനൊപ്പം ട്രാക്ക് വികസനം, വൈദ്യുതീകരണം, സുരക്ഷാ സംവിധാനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ എന്നിവയിലും വലിയ മാറ്റങ്ങളാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.